Today we are discussing about chromatography, our fifth module in physical chemistry. അപ്പോൾ ക്രോമാറ്റോഗ്രഫി എന്താണെന്ന് നിങ്ങളത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാണ്. ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. സെപ്പറേഷൻ ടെക്നിക്ക് ആദ്യമായിട്ട് പറയുന്നത് 1906 ഒരു റഷ്യൻ ബോട്ടാണിസ്റ്റ് മിഖായിൽ സ്വെറ്റാണ്. മിഖായിൽ സ്വെറ്റ് മൂപ്പര് പ്ലാന്റ്സിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അതിലുള്ള ക്ലോറോഫിൽസ്, കരോട്ടിനോയിഡ്സ് അതുപോലെയുള്ള പിഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ക്രോമാറ്റോഗ്രഫിക് ടെക്നിക്ക് ചെയ്തത്. അപ്പോൾ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് കളേർഡ് കോമ്പണൻസ് ഉണ്ടാകും നമ്മുടെ ഈ പ്ലാന്റ്സ് പിഗ്മെൻറ്റ്സ് അതുപോലെ പ്ലാന്റ്സിലുള്ള എക്സ്ട്രാക്റ്റിൽ ആ ഡിഫറെൻറ്റ് കളേർഡ് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്തത് ആദ്യമായിട്ട് ചെയ്തത് മിഖായിൽ സ്വെറ്റ് എന്ന് പറയുന്ന റഷ്യൻ ബോട്ടാണിസ്റ്റാണ്. ദെൻ റഷ്യൻ ബോട്ടാണിസ്റ്റ് ഇതിന് ഈ പേര് കൊടുക്കാൻ കാരണം ഈ ഗ്രീക്ക് വേർഡാണ് ഈ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കളേർഡ് റൈറ്റിംഗ് ആണ്. കളേർഡ് റൈറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ ടെക്നിക്കിൽ ഡിഫറെൻറ്റ് കളേർഡ് കോമ്പണൻസ് ഡിഫറെൻറ്റ് സ്ഥലത്ത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് കളേർഡ് റൈറ്റിംഗ് ആയിട്ടാണ് തോന്നുക. അതുകൊണ്ട് ഗ്രീക്ക് വേർഡിൽ ക്രോമാറ്റോഗ്രഫി എന്ന് പറയും. അതിൻ്റെ മീനിങ് ആണ് കളേർഡ് റൈറ്റിംഗ്. ഇനി അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുമ്പോൾ ഇതൊരു ലബോറട്ടറി ടെക്നിക്കാണ്, സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ. അതിൽ 2 ടൈപ്പ് ഫേസുകളുണ്ട്, മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. 2 ഫേസുകൾ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ആ ഫിക്സ്ഡ് ഫേസ് ആണ്. ദെൻ മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഫേസ് ആണ്. മൂവിങ് ഫേസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമുക്കറിയാം 2 മ്യൂച്വലി ഇമ്മിസിബിൾ ഫേസസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. ഈ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും വെച്ചിട്ടാണ് നമ്മൾ മിക്സ്ചേഴ്സിനെ കോമ്പണൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഇനി കോമ്പണൻറ്റ് ഹാവിങ് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? എല്ലാ ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്കിലും ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം കോമ്പണൻറ്റ് ഹാവിങ് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് ഫസ്റ്റ്ലി കംസ് ഔട്ട്, അത് ഫസ്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ കോമ്പണൻറ്റ് ഹാവിങ് സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ കംസ് ഔട്ട് ലാസ്റ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ പ്ലാന്റ്സ് പിഗ്മെൻറ്റ്സിൽ പിഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യാണ്. അതിൽ ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ക്രോമാറ്റോഗ്രഫിക് പേപ്പറിൽ നമ്മൾ ലീഫ് എക്സ്ട്രാക്റ്റ് സ്പോട്ട് ചെയ്തു. അതിൽ മൊബൈൽ ഫേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റോണാണ്. ദെൻ പേപ്പർ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത പേപ്പറാണ് ഇവിടെ സ്റ്റേഷനറി ഫേസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഫ് എക്സ്ട്രാക്റ്റ് നമ്മളതിൽ സ്പോട്ട് ചെയ്തു. ആ സ്പോട്ട് ചെയ്യുന്നതിൽ ഈ മൊബൈൽ ഫേസിൻ്റെ കാപ്പിലറി ആക്ഷൻ വഴിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആവുന്നത്, ഓരോ പിഗ്മെൻറ്റ്സും സെപ്പറേറ്റ് ആവുന്നത്. അപ്പോൾ ആ പേപ്പറിൽ നോക്കാം, നമ്മൾ ആദ്യം അവിടെ ലീഫ് എക്സ്ട്രാക്റ്റ് സ്പോട്ട് ചെയ്തു. ദെൻ നമ്മുടെ പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ ഈ മൊബൈൽ ഫേസ് മുകളിലേക്ക് കാപ്പിലറി ആക്ഷൻ വഴി മുകളിലേക്ക് കയറി വരും. ആ കയറി വരുന്നതിനനുസരിച്ച് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വരുന്നത്, കോമ്പണൻറ്റ് ഹാവിങ് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ്. വീക്കസ്റ്റ് ഇൻട്രാക്ഷനായിട്ട് ഈ സ്റ്റേഷനറി ഫേസ് ഫിക്സ്ഡ് ഫേസായിട്ട് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് ഫസ്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ കോമ്പണൻറ്റ് ഹാവിങ് സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ അത് ലാസ്റ്റാണ് അത് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ വരുന്നത് ഏതാണ്, ക്ലോറോഫിൽ ബി, ദെൻ സെക്കൻഡ് വൺ ക്ലോറോഫിൽ എ, ദെൻ കരോട്ടിനോയിഡ്സ്, ദെൻ സാന്തോഫിൽസ്. അങ്ങനെയാണ് അതിൻ്റെ മിക്സ്ചേഴ്സിൻ്റെ സെപ്പറേഷൻ വരുന്നത്.
ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. കോമ്പണൻറ്റ് ഹാവിങ് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് stationary phase comes out first. Component having strongest interaction with the stationary phase comes out last. ഇതും ക്രൊമാറ്റോഗ്രഫിക് പ്രിൻസിപ്പിളായിട്ട് പറയാണ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റാണ്. രണ്ട് ഫേസിലെയും ഈ കോമ്പണൻസ് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻ്റാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് മൈഗ്രേഷനാണ് ഈ മിക്സ്ചറിലുള്ള കോമ്പണൻസ് വരിക. അതിനനുസരിച്ചാണ് അത് സെപ്പറേഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫിക് പ്രിൻസിപ്പിളിൽ രണ്ടാമതായിട്ട് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഒന്നും കൂടി പറഞ്ഞു എന്നുള്ളൂ. ദെൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രൊമാറ്റോഗ്രഫി. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് were attempted for classification of chromatography. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫേസസിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ ഓഫ് ടെക്നിക്, മെക്കാനിസം അനുസരിച്ച് സെപ്പറേഷൻ ടെക്നിക്കിൻ്റെ മെക്കാനിസം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ഫേസ് ഡിസ്ട്രിബ്യൂഷൻ്റെ മെക്കാനിസം അനുസരിച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. 3 ടൈപ്പിൽ നമുക്ക് ക്രൊമാറ്റോഗ്രഫിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഫേസസ്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ഫേസസിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അത് ക്ലാസിഫിക്കേഷൻ എന്ന് വരിക നോക്കാം. ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. ഫസ്റ്റ് വൺ ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. അതിൽ LSC എന്ന് പറയുമ്പോൾ ലിക്വിഡ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. ഇതിൽ ലിക്വിഡാണ് മൊബൈൽ ഫേസ്, സോളിഡാണ് സ്റ്റേഷനറി ഫേസ്. അപ്പോൾ നമ്മൾ പറയുമ്പം ആദ്യം മൊബൈൽ ഫേസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ദെൻ സോളിഡാണ് ഇവിടെ എന്ത് സ്റ്റേഷനറി ഫേസ്. ദെൻ ലിക്വിഡ് LLC എന്ന് പറയുമ്പം ഇവിടെ രണ്ടും ലിക്വിഡാണ്. മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസും ലിക്വിഡാണ്. ദെൻ ഗ്യാസ് ലിക്വിഡ്. ഇവിടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഗ്യാസാണ്. ദെൻ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡാണ്. ദെൻ ഫോർത്ത് വൺ ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി. ഇതിൽ ഗ്യാസാണ് മൊബൈൽ ഫേസ്, ദെൻ സോളിഡാണ് സ്റ്റേഷനറി ഫേസ്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് 2 ടൈപ്പായിട്ട് ക്രൊമാറ്റോഗ്രഫിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് LSC GSC. ദെൻ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി അറിയുമ്പം LLC ആൻഡ് GLC. അപ്പോൾ LSC GSC വരുന്നത് അഡ്സോർപ്ഷനിലാണ്. ദെൻ LLC ആൻഡ് GLC വരുന്നത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിൻ്റെ ബേസിലാണ്. ഇനി സെക്കൻഡ് വൺ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. കോളം ക്രൊമാറ്റോഗ്രഫി അതിൽ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പറയുന്നത് കോളം ക്രൊമാറ്റോഗ്രഫിയാണ്. എന്താണ് കോളം ക്രൊമാറ്റോഗ്രഫി? നമുക്കറിയാം, ഒരു കോളം തന്നെ അവിടെ ഉണ്ട്. ഈ കോളത്തിലാണ് നമ്മൾ മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ് ആഡ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ സാമ്പിളും ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു കോളം സെറ്റ് ചെയ്യണം. ആ കോളം സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് സ്റ്റേഷനറി ഫേസ് ആഡ് ചെയ്യണം. നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് സിലിക്ക ജെല്ല്, അലൂമിനിയം ഓർ സെല്ലുലോസ് അങ്ങനത്തെ സബ്സ്റ്റൻസുകളാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിയം, ഈതർ, അസറ്റോണ്, ബെൻസീൻ ഇവയൊക്കെയാണ് മൊബൈൽ ഫേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേഷനറി ഫേസ് ലോഡ് ചെയ്യണം. ദെൻ അവിടേക്കാണ് നമ്മൾ ലോഡഡ് സാമ്പിൾ ഉപയോഗിക്കുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മിക്സ്ചറാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ആ സാമ്പിൾ നമ്മൾ അവിടെ ലോഡ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ നോക്കുക. അവിടെ മൊബൈൽ ഫേസ്, സ്റ്റേഷനറി ഫേസ്, ദെൻ സാമ്പിൾ എല്ലാം കൂടി കലർന്നൊരു ഫോട്ടോ ഉണ്ട് അല്ലേ? അതിൽ മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ കണ്ടോ ബ്ലൂ കളറിലാണ് അത് മൊബൈൽ ഫേസ് ആയിട്ട് വരുന്നത്. ദെൻ സ്റ്റേഷനറി ഫേസ് അതിൻ്റെ ഇടയിൽ സ്റ്റേഷനറി ഫേസ് കാണുന്നുണ്ട്. അപ്പം മൊബൈൽ ഫേസ് നമ്മൾ താഴേക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിക്സ്ഡ് ഫേസ് ആയിട്ട് നിൽക്കുന്നതാണ്. ദെൻ സാമ്പിളാണ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ലോഡഡ് സാമ്പിൾ കിട്ടി. ആ സാമ്പിളിൽ മൊബൈൽ ഫേസ് നമ്മൾ
മൂന്നാമതായാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പിൾ ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്തു. മൊബൈൽ ഫേസ് ആഡ് ചെയ്യുമ്പം നമുക്കറിയാം മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവബിൾ ആണ്. അപ്പോൾ അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ സെപ്പറേഷൻ നടക്കും. അപ്പോൾ അവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമ്പണൻറ്റ് ഹാവിങ് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് ആയിട്ട് വീക്കസ്റ്റ് ഇൻട്രാക്ഷൻ ഉള്ളത് ആദ്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ദെൻ കോമ്പണൻറ്റ് ഹാവിങ് സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അതെന്ത് വരും? കംസ് ഔട്ട് ലാസ്റ്റ്. അപ്പോൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് ലാസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്. അത് മൊബൈൽ ഫേസ് അവിടെ നോക്കുക, ഗ്രീൻ കളറിൽ സാമ്പിൾ സെപ്പറേഷൻ നടക്കുന്നുണ്ട്. സാമ്പിൾ സെപ്പറേഷൻ വീക്കർ ഇൻട്രാക്ഷൻ ആണെങ്കിൽ ആദ്യം വരുന്നുണ്ട്. അവിടെ ഗ്രീൻ കളറിലുള്ളത് വീക്കർ ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ് ആണ്. അപ്പോൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ സ്ട്രോങ്ങർ ഇൻട്രാക്ഷനിലുള്ള ഒരു ഓറഞ്ച് കളറിൽ കണ്ടോ, അതാണ് സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റേഷനറി ഫേസ്. അത് ലാസ്റ്റായിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ നമുക്ക് ഓരോ കണ്ടെയ്നറിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇതാണ് കോളം ക്രോമാറ്റോഗ്രഫിയും അതിൻ്റെ പ്രോസസ്സും. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കോളം ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ്സ് ഫോർ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബോത്ത് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. നേരത്തെ പറഞ്ഞ അതേ പിക്ചേഴ്സും അതേ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിലെ സോളിഡ് ലിക്വിഡ് ടെക്നിക് ഈസ് ഇൻ വിച്ച് ദ സ്റ്റേഷനറി ഫേസ് ഈസ് സോളിഡ് ആൻഡ് മൊബൈൽ ഫേസ് ഈസ് ലിക്വിഡ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷനാണ്. മൊബൈൽ ഫേസ് അഡ്സോർബ് ചെയ്തിട്ട് നമ്മൾ കോമ്പണൻസിനെ, മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് സെപ്പറേഷൻ ഓഫ് 2 or more സിമിലർ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ 3 ടൈപ്പ് സെപ്പറേഷനാണ് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് പൊസിഷൻ ഐസോമർ, സെപ്പറേഷൻ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഇനാൻഷ്യോമേഴ്സ്. ദെൻ അതിൽ തന്നെ നമ്മൾ രണ്ടാമതായി പറയുന്നുണ്ട് നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഐഡൻറ്റിഫിക്കേഷൻ. ഇതൊക്കെ നമ്മളെ ആപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്. ദെൻ കോളം ക്രോമാറ്റോഗ്രഫിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബഫർ മിക്സ്ചേഴ്സ്, അതുപോലെ അംഫോൾറ്റിക് ക്യാരക്ടർ ഓഫ് പ്രോട്ടീൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എലുവൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫിയിൽ മിക്സ്ചേഴ്സിന്, അതുപോലെ പ്രോട്ടീൻ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലും നമ്മൾ കോളം ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഡൈല്യൂട്ട് സൊല്യൂഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയസ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ കോളം ക്രോമാറ്റോഗ്രഫിയിൽ.